ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ ശ്രുതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാൻ ഉപദ്രവിക്കുകയല്ലോ, എനിക്ക് വേണ്ടത് ഇപ്പോൾ പണമാണ്, അതുകൊണ്ട് എനിക്ക് പണം ആവശ്യമാണ്, അപ്പോൾ എനിക്ക് നീ അത് തന്നേ പറ്റുമോ എന്നൊക്കെ പറയാൻ കേട്ടോ. നിങ്ങൾക്ക് ഒരല്പം പോലും മനസ്സാക്ഷി ഇല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് അല്പം പോലും മനസ്സാക്ഷി ഇല്ലേന്നാ. എനിക്ക് മനസ്സാക്ഷി ഉള്ളതുകൊണ്ടാണ് നിന്നോട് ഞാൻ ആദ്യം ആവശ്യപ്പെട്ട കാര്യം ഇപ്പോൾ ആവശ്യപ്പെടാത്തത്. ഇപ്പം എനിക്ക് ആവശ്യം പണമാണ്, അത് കിട്ടിയേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ. എൻ്റെ കയ്യിൽ പണം ഇല്ല എന്ന് പറയുമ്പോൾ നീ വലിയ വീട്ടിലല്ലേ താമസിക്കുന്നത്, വലിയ വീട്ടിലേക്കല്ലേ നീ ചെന്ന് കയറിക്കുന്നത്. ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതം എൻ്റെ ദാനമാണ്, അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ പണം കിട്ടിയേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്നിടത്തേക്ക് ഞാനൊരു പോക്ക് പോകും, അവിടെ ചെന്നിട്ട് അവരോട് എല്ലാതും പറയുമെന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ തരാം, പണം തരാം ഞാൻ, അങ്ങനെ വഴിക്ക് വായോ എന്ന് പറയാൻ കേട്ടോ. പണം എനിക്ക് സംഘടിപ്പിക്കാനായിട്ട് കുറച്ച് സാവകാശം ആവശ്യമാണ്, മതി, അത് കഴിഞ്ഞതിന് ശേഷം നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എവിടെയാണ് വരേണ്ടതെന്ന് പറയാം. നീ ഒരു കാര്യം ചെയ്താൽ മതി, പാർക്കിൽ വന്നാൽ മതി, പാർക്കിൽ വെച്ചിട്ട് എനിക്ക് നീ പണം തന്നാൽ മതി, സമയം എപ്പോഴാണ് നീ എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോണിങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതി സച്ചിൻ കൂടിയിട്ട് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചി ഇടക്കിയിട്ട് ഇങ്ങനെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ കഴച്ചിട്ട് ഇങ്ങനെ കൈ കഴച്ച് പൊട്ടുന്നത് പോലെ കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഓഹ് ഇതെന്തൊരു ആചാരമാണ്, ഇനിയിപ്പോൾ നിന്നെ തലയെ കയറ്റി കൊണ്ടുപോകുന്ന ആചാരമുള്ള ഏതെങ്കിലും അമ്പലം ഉണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? അങ്ങനെ ഒരു അമ്പലം ഉണ്ട്, അങ്ങനെ എന്ന് ചോദിക്കാണ്ട് സച്ചി. ഉണ്ട്, പക്ഷെ ഇപ്പോൾ വേണ്ട തൽക്കാലം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ശരീരം മുഴുവൻ വേദനയാണ്, കൈ മാത്രമല്ല വേദന, ശരീരം മുഴുവൻ വേദന എടുക്കുന്നത്. എന്തൊരു കഷ്ടമാണ്, മുടിഞ്ഞ വെയിറ്റ് അല്ലേ ഇതിന് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്ന് വെച്ചാൽ മല ചോന്നിട്ടല്ലേ ഈ പോയത് എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ വെറുതെത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി എന്നുണ്ടെങ്കിൽ നന്നായി പോയുള്ളൂ, ഇത് ഒരാചാരമാണ്, നല്ലത് വരാനാണെന്നുണ്ടെങ്കിൽ തലയിൽ എടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്, ഞാൻ റെഡിയാണെന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം സച്ചി പറഞ്ഞു, വിശന്നിട്ട് വയ്യ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കോ എന്ന് പറയട്ടോ. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ അവർ അതിലേക്ക് കയറി ചെല്ലുകയാണ്. ഈ സമയത്താണ് അവിടെ വർഷയും ശ്രീകാന്ത് കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രീകാന്ത് ഭക്ഷണം കഴിക്കുന്നതിന് ഓർഡർ ചെയ്ത സമയത്ത് ഇതിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വർഷ പറയും, ശ്രീകാന്ത് നീ ഇപ്പോൾ ഇവിടുത്തെ കസ്റ്റമറാണ്, അല്ലാണ്ട് ഷെഫൊന്നുമല്ല, പോയി ഷെഫിനോട് പറയുന്നുണ്ട്, മറ്റാളോട് പറയുന്നുണ്ട്, പോയി എടുത്തിട്ട് പോയി ഭക്ഷണം എന്ന് പറയുമ്പോൾ അയാൾ പോകും കേട്ടോ. അപ്പോൾ അതല്ല, ഇതിലിപ്പോൾ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിനക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ നീ അത് കഴിക്കില്ലല്ലോ, അതുകൊണ്ട് ആദ്യമേ ചോദിച്ചു വെച്ചതാണ് എന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഞാൻ കഴിക്കൂല, അപ്പോൾ പിന്നെ ഓർഡർ ചെയ്തത് വെറുതെ ആവില്ലേ, നിനക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അതും കൂടെ ഞാൻ കഴിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ശ്രീകാന്തും കഴിക്കരുത്, അതെന്ത് ന്യായം, അതെവിടുത്തെ ന്യായമാണെന്ന് ചോദിക്കാം. അതങ്ങനെയാണ്, എനിക്കൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രീകാന്തും ഇഷ്ടപ്പെടരുത്, എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശ്രീകാന്തും അത് കഴിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് സച്ചിൻ്റെ രേവതിയും കൂടെ അകത്തേക്ക് കയറാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ശ്രീകാന്തിനെയും വർഷനെയും കൂടിയിട്ട് സച്ചി കാണുന്നത്. സച്ചി വേഗം തന്നെ പറയും, രേവതി നമുക്ക് തിരികെ പോകാനും ഭക്ഷണം കഴിക്കാനല്ലേ നമ്മൾ വന്നത്, നീ വായോ, എനിക്കിവിടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ പോകാണ് കേട്ടോ. പെട്ടെന്നാണ് രേവതി ശ്രീകാന്തിനെയും വർഷനെയും കാണുന്നത്. അപ്പോൾ ശ്രീകാന്തും രേവതി കാണാട്ടോ. രേവതിനെ കണ്ട വഴിക്ക് ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിച്ചെല്ലാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിയേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് സച്ചിയേട്ടൻ എത്ര നാളെ കണ്ടിട്ട് സച്ചിയേട്ടൻ എന്നൊക്കെ ചോദിച്ച് സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട്, സച്ചിയേട്ടാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയട്ടോ. വിടറാ, നീ ആരാടാ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. ഏട്ടാ, ഞാൻ ഏട്ടൻ്റെ അനിയനല്ലേ ഏട്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. ശ്രീകാന്ത്, നീ എൻ്റെ അനിയനോ, അങ്ങനെ ഒരു അനിയൻ എനിക്കില്ല എന്നൊക്കെ പറയാം. അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് എന്താ പ്രശ്നം ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, സോറി ഇതെൻ്റെ ഏട്ടനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അയാൾ പോകും. അപ്പോൾ ശ്രീകാന്തിനോട് സച്ചി പറയും, ഏട്ടനോ, ഏത് ഏട്ടൻ, ഞാൻ നിൻ്റെ ഏട്ടനോ അല്ല, നീ എൻ്റെ അനിയനോ അല്ല, അങ്ങനെ ഒരു ബന്ധം നിനക്ക് മുന്നേ അറിയാവുന്നുണ്ടെങ്കിൽ നീ ഇത്രയും വലിയൊരു ചതി ചെയ്യൂലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് വർഷയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് എന്ന് പറയും. അപ്പോഴേക്കും രേവതി പറയും, നിങ്ങൾ ചെയ്തത് അത്ര വലിയ തെറ്റല്ലേ, നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിച്ചത് ഞാനാണ്, നിങ്ങൾ ചെയ്ത തെറ്റ് കാരണം ഞാനും സച്ചിയാനും തമ്മിൽ പിരിയേണ്ട അവസ്ഥ വരെയും വന്നില്ലേ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നയിച്ചത് നിങ്ങളുടെ പ്രവൃത്തിയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശരിയാണ്, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അന്ന് ഏട്ടത്തിന് അനുഗ്രഹം ആവശ്യമായതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഏട്ടത്തിനോട് അങ്ങനെ പറഞ്ഞ് ഏട്ടത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയത്, അത് ഞാൻ ഇദ്ദേഹത്തിനോട്
സച്ചിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചിനോട് പറയുകയാണേ, അതെ അന്ന് രേവതി ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളാണ് രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും നിർത്തി മതി നിൻ്റെ സംസാരം, നീ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വർഷനെ വഴക്ക് പറയാൻ കേട്ടോ. അപ്പോൾ വർഷനെ വഴക്ക് പറയണത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏട്ടാ എന്നെ എന്ത് വേണേലും പറഞ്ഞു, വർഷയെ പറയരുത്, വർഷയെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ എന്നൊക്കെ ചോദിക്കുകയാണ്. നിൻ്റെ ആ അസുരൻ്റെ മോളല്ലേ ഇവള്, എൻ്റെ അച്ഛനെ സ്റ്റേഷനിൽ കയറ്റിയതല്ലേടാ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വർഷയ്ക്ക് ദേഷ്യം, ഇതേ മിസ്റ്റർ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഇതേ എല്ലാവരും ക്ഷമിക്കുന്നത് പോലെ ഞാൻ ക്ഷമിക്കൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാം കേട്ടോ. നിർത്തടി നിൻ്റെ ഇംഗ്ലീഷ്, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ അത് എൻ്റെ അടുത്ത് വേണ്ട, അവളുടെ ഒരു ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയാൻ നിൽക്കും കേട്ടോ. എന്നിട്ട് രേവതിനോട് സച്ചി പറയും, കണ്ടില്ലേ രേവതി, നീയല്ലേ പറഞ്ഞത്, നീയല്ലേ ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്, ഇപ്പം കണ്ടില്ലേ അവളുടെ സ്വഭാവം കണ്ടില്ലേ, എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടോ നോക്ക് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വർഷ വീണ്ടും വഴക്ക് പറയാം കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാം, ഏട്ടാ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഏട്ടാ, അതൊക്കെ മറക്കുക ഏട്ടാ, എന്നോട് ക്ഷമിക്കുക, എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. ആ വീട്ടിലേക്ക് നീ കടന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ട് വർഷം വഴക്ക് പറയുന്നുണ്ട്, സച്ചിയും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അവസാനം വാ സച്ചി ഏട്ടാ എന്ന് പറയും കേട്ടോ രേവതി. അപ്പോൾ ലാസ്റ്റ് ശ്രീകാന്ത് പറയും, ഏട്ടാ എന്നോട് ക്ഷമിക്കുക ഏട്ടാ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇനി ഞാൻ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഉയർത്താണ് കേട്ടോ, തല്ലണില്ല. അപ്പോഴേക്കും രേവതി കയ്യിൽ പിടിക്കുന്നുണ്ട്, എന്നിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോകും കേട്ടോ. കൊണ്ടുപോയതിന് ശേഷം വീണ്ടും ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, നീ എങ്ങനെ ആ വീടിൻ്റെ പടി കയറി വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കുന്നു പറഞ്ഞിട്ട് വീണ്ടും പോകും കേട്ടോ. അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വർഷ പറയുന്നുണ്ട്, ഈ ആളുള്ള വീട്ടിലേക്കാണോ ശ്രീകാന്ത് നീ എന്നെ വിളിച്ചത്, ഇയാൾ താമസിക്കുന്ന ഏതെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും മനസ്സമാധാനം കിട്ടുമോ, എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ വർഷയും പറയും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതിയും സച്ചിയും കൂടിയിട്ട് ഇങ്ങനെ വീണ്ടും കാറിൽ കയറി പോകാണ് കേട്ടോ. അപ്പോൾ എന്തൊരു സാമർത്ഥ്യമാണ് അവൾക്ക്, അവളുടെ സാമർത്ഥ്യം കണ്ടോ, അവളുടെ അച്ഛൻ്റെ അതേ ഇത് തന്നെ സാമർത്ഥ്യം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി വർഷനെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവർ ചെയ്തതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കാനിട്ട്. അപ്പോൾ അവൻ കണ്ടില്ലേ, അവനും അതെ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയും. അതിലെന്താ, ഭാര്യനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുന്ന സ്വഭാവമുള്ളവനാണ് ശ്രീകാന്ത്, അതാണ് യഥാർത്ഥ ഹൃദയമുള്ളവൻ എന്നൊക്കെ പറയും കേട്ടോ. സച്ചേട്ടൻ അത് മനസ്സിലാവണമെന്നില്ല എന്നൊക്കെ പറയും. ആഹാ എനിക്കങ്ങനെ മനസ്സിലാവില്ല എന്നാണ് നീ പറയുന്നത്, നീ എന്താ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ? നേരം രേവതി പറയുന്നുണ്ട്, അവർ ചെയ്തത് എന്ത് തെറ്റാണ് ഞാൻ പറയുന്നത്, ഞാൻ അവരുടെ ഭാഗത്ത് തെറ്റൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തത്. അവർ തമ്മിൽ സ്നേഹിച്ച് പിരിയാൻ പറ്റാതായപ്പോൾ അവർ വിവാഹം കഴിച്ചു, വീട്ടുകാരെ അറിയിക്കാതെ വിവാഹം കഴിച്ചു എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ള തെറ്റ്, അതിനവരെ ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. ആഹാ നീ അവരെ സപ്പോർട്ട് ചെയ്താണല്ലേ സംസാരിക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് അവർ തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നില്ല, ശ്രീകാന്ത് സ്നേഹമുള്ളവനാണ്, കുടുംബത്തിലുള്ളവരോട് സ്നേഹമുള്ളവനാണ്, നിങ്ങളോട് അവന് നല്ല ബഹുമാനത്തോടുകൂടി തന്നെയല്ലേ നിങ്ങളോട് അവൻ വന്ന് സംസാരിച്ചത്, അവന് വീട്ടുകാരുമായിട്ട് ഒരുമിച്ച് കഴിയാനായിട്ട് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അവൻ വന്ന് പറഞ്ഞത്, അവൾക്ക് വല്ല ബഹുമാനോ സ്നേഹം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ബഹുമാനം ഒക്കെ കൊടുത്താലേ കിട്ടുള്ളൂ, നിങ്ങൾ അവളോട് ബഹുമാനത്തോട് കൂടിയിട്ടാണോ സംസാരിച്ചത്, അതുകൊണ്ടല്ലേ അവൾ അങ്ങനെ സംസാരിച്ചത്, അപ്പോൾ പിന്നെ ബഹുമാനം കൊടുത്താലല്ലേ തിരിച്ചു കിട്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വർഷനെ ന്യായീകരിക്കുകയാണ് കേട്ടോ. നീ അല്ലെങ്കിൽ അങ്ങനെ തന്നെയൊക്കെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും രേവതിനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ സച്ചി. അതിനിടയ്ക്ക് ഈ സച്ചി പറഞ്ഞു, വിശന്നിട്ട് വയ്യ, പ്രാണം പോകുന്നു എന്നൊക്കെ പറയാം കേട്ടോ. വിശന്നിട്ട് വയ്യാന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് കയറിയതല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോന്നാൽ പോരായിരുന്നു, അപ്പോഴേക്കും വടി ഉണ്ടാക്കാൻ ചെന്നില്ലേ, വായും നാവും ശരിയില്ല എന്നൊക്കെ പറയും കേട്ടോ. എന്നാലും ഇനി റെസ്റ്റോറൻറ്റിലൊന്നും കയറണ്ട, വേഗം വീട്ടിലേക്ക് വായോ, അവിടെ ചെന്നിട്ടേ ഞാനേ ചോറും തൈരും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി തരാം എന്ന് പറയും കേട്ടോ. സച്ചി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് രവതിനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമയും ചന്ദ്രൻ കൂടി ശ്രീകാന്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സച്ചിയുടെയും രവിയേട്ടൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ശ്രീകാന്തിനെ ഇവിടെ കയറ്റാൻ പറ്റൂല, അവരെ സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഒരു കാര്യം ചെയ്യും, നീയൊന്ന് രവിയേട്ടനോട് സംസാരിച്ച് നോക്ക് എന്ന് പറയട്ടോ. ആ സമയത്ത് രവി പുറത്ത് പോയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഭാമേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. രവിയേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിൻ്റെ കാര്യമാണ്, അവൻ്റെ കാര്യം എന്താ, ശ്രീകാന്തിന് ഇങ്ങനെ കാര്യത്തിൽ എന്താ രവിയേട്ടൻ്റെ തീരുമാനം, അവനെ വീട്ടിൽ കയറ്റേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. അവൻ്റെ കാര്യത്തിൽ അവനല്ലേ തീരുമാനം എടുത്തത്, അതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാൻ, ശ്രീകാന്തിൻ്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് ശരീരം ചൂടാവാണ് ദേഷ്യം കൊണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അവനെന്തായാലും നിങ്ങളുടെ മകനല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ 3 മക്കളും ഒരുമിച്ച് കഴിയണം എന്നാണ്
എൻ്റെ ആഗ്രഹം അതെന്തായാലും ഇനി നടക്കാൻ പോണില്ല എന്ന് തോന്നുന്നത്. അതേ വർഷ അവർക്ക് ഒറ്റ മോളാണ്. അവർ ചിലപ്പോൾ ശ്രീകാന്തിനെയും വർഷയും അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതിനെന്താ കൊണ്ടുപോകണേ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ രവി. അങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.